ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. എളനാട് 3212 നമ്പർ NSS കരയോഗത്തിൽ 148ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. എളനാട് NSS കരയോഗം പ്രസിഡന്റ് T രാംകുമാർ അധ്യക്ഷനായിരുന്നു. വലിച്ചൊരു അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ടു മന്നം ജയന്തിക്ക് ആശ്വാസം. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി കേരളത്തിന്റെ ആശ്വാസത്തിന്റെ പാർലമെന്റിൽ കൊണ്ട് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇന്ന് അഭിമാനം തോന്നുന്നതാണ് 2-ാം തീയതി ചുവന്ന അക്ഷരത്തിൽ. പക്ഷെ ഇതിലെ ഒരു പ്രശ്നം, ബാങ്കുകൾക്കൊന്നും അവർ കൊടുത്തിട്ടില്ല. നമ്മൾ ഇപ്രാവശ്യത്തെ ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ബാങ്കുകൾക്ക് ഇതെല്ലാവർക്കും ബാധകമായിട്ട് വേണം ഇവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തിയാർന്ന ഒരു സമുദായത്തിൽപ്പെട്ട നായർ മഹാസമ്മേളനത്തിൽ ഇന്ന് പല നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ എന്നറിയില്ല, പല നിർദ്ദേശങ്ങൾ നടന്നിരിക്കുക. അപ്പോൾ ഏതായാലും ഞാൻ വിഷയത്തിൽ കിടക്കുന്നില്ല. നമ്മുടെ കരയോഗത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കരയോഗത്തിലെ പൊതുയോഗത്തിലുള്ള ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 23-ാം തീയതിക്കാണ്. ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി കഴിഞ്ഞിട്ടില്ല. 2 ദിവസം ഓഡിറ്റ് തീർച്ചയായും കഴിയും. അപ്പോൾ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എന്ത് കാര്യത്തിലും ഒരാളെ നമ്മളാക്കിയ ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ നമ്മളാക്കിയ ഒരു സെക്രട്ടറി, അല്ലെങ്കിൽ ഖജാൻജി, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ വിമർശിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന ആളുകൾ. വിമർശനം വേണം. വിമർശനം നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് കൂടി ഒന്ന് ചിന്തിച്ച് വേണം അത് നടത്താൻ. കാരണം നമ്മൾ നടത്തുന്ന ആ കാര്യങ്ങളിൽ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോ മാത്രം കാണുന്ന കാര്യങ്ങളല്ല. അതിനനുസരിച്ച് എല്ലാവരും രസിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്. കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ പരുത്തിപ്പറ, സുരേഷ്, N പങ്കജം, വനിതാ സമാജം സെക്രട്ടറി പ്രസീത പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. മന്നം ജയന്തി ദിനമായ ജനുവരി 2-ാം തീയതി അവധിയാക്കിയത് നിരന്തരമായ NSSന്റെ ആവശ്യം മൂലമാണെന്ന് യോഗാധ്യക്ഷൻ T രാംകുമാർ പറഞ്ഞു. സമുദായിക സംവരണത്തിൽ മുന്നോക്കം നിൽക്കുന്ന സമുദായ അംഗങ്ങൾക്കിടയിലുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കും പിന്നോക്ക കമ്മീഷൻ വേണമെന്ന ചങ്ങനാശ്ശേരി NSS പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും സർക്കാരിനോട് യോഗം ആവശ്യപ്പെട്ടു. ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടെ നയിക്കണം. അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലും പുരോഗതി നൽകുന്ന കാര്യത്തിലും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി നമ്മുടെ മന്നത്ത് പത്മനാഭൻ നൽകിയ സംഭാവന, നായർ സൊസൈറ്റി നൽകിയ സംഭാവന ഇന്നും രാജ്യം ഒന്നടങ്കം ആചരിക്കുക. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളിൽ എന്നും അലയടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ ഇന്ന് നാടാകെ അതിന്റെ ആഘോഷത്തിലാണ്. പെരുന്നയിൽ നടക്കുന്ന അതിഗംഭീരമായ ആഘോഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാടിന് മുഴുവൻ വെളിച്ചം നൽകിയ ആ മഹാനായ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിലും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലും എളനാട് കരയോഗത്തിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനായ കരയോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാംകുമാറിനെ ക്ഷണിച്ചു നിർത്തുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.